ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ സൂപ്പർ 4 മണി പലഹാരമായിട്ടാണ്. ഈ ഒരു പലഹാരം നമ്മൾ ഉണ്ടാക്കുന്നത് മുട്ടയും ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ടാണ്. ഇത് കഴിക്കാൻ ശരിക്കും ഒരു പഫ്സിൻ്റെ ഒക്കെ ടേസ്റ്റാണ്, മുട്ട പഫ്സിൻ്റെ ടേസ്റ്റാണ്. മാത്രമല്ല ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഓവൻ വേണ്ട. നമ്മുടെ വീട്ടിലുള്ള നല്ല അടിക്കട്ടിയുള്ള ഒരു പാത്രത്തിൽ, നമ്മുടെ വീട്ടിലുള്ള സാധാരണ അടുപ്പിലാണ് നമ്മൾ, അതായത് ഗ്യാസ് അടുപ്പിലാണ് അത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന്. അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. ഇതിനകത്തോട്ട് 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതേ റെസിപ്പി തന്നെ മൈദപ്പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി 1.5 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഞാനിവിടെ 1.5 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ചേർക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യാം. അടുത്തത് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാരയാണ്. നമുക്ക് ഈസ്റ്റൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ വേണ്ട, 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം. തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാലാണ്, ചൂട് വേണമെന്നൊന്നുമില്ല. ഞാനിവിടെ 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 1/4 കപ്പ് എന്നുള്ളത് 1/2 കപ്പ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളിനി മുന്നോട്ട് പോകുന്തോറും ഇതൊരു മാവാക്കി കുഴച്ചെടുക്കാനായിട്ട് കൂടുതൽ പാല് ചേർക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അത്രയും ചേർക്കുന്നുള്ളൂ എന്ന് മാത്രം. പിന്നെ ബട്ടറാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ചെയ്തിട്ടുള്ള ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഇതിന് പകരം നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർക്കുമ്പോൾ മണമില്ലാത്ത ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിലൊക്കെ ചേർത്ത് കൊടുക്കുക. ഒരിക്കലും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്. ഇനി ഇത്രയും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം മാവ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പാലൊഴിച്ച് ഇതൊരു ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ പാലിന് ഒരു കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് നമ്മുടെ ഓരോ പൊടിക്കൊക്കെ ഓരോ അളവും അല്ലെങ്കിൽ ഓരോ നനവും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഇപ്പം ഞാൻ മൊത്തം 1/4 കപ്പ് പാലാണ് എനിക്കിവിടെ എടുക്കേണ്ട വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് തന്നെ എന്നിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കണം. എന്നാലാണ് ഇത് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് നന്നായിട്ട് കുഴയ്ക്കും തോറുമാണ് ഇത് സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലോട്ട് അല്പം എണ്ണ, സൺഫ്ലവർ ഓയിൽ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ മാവ് ഒന്ന് വെച്ച് 1 മിനിറ്റ് സമയം എടുത്തിട്ട് ഇത് നന്നായി കുഴച്ചെടുക്കുന്നുണ്ട്. എത്രത്തോളമാണ് ഇത് കുഴച്ചെടുക്കുന്നത് അത്രത്തോളം നമ്മുടെ ആ ഒരു ബ്രെഡ്, ഇതൊരു ബണ്ണ് പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്, ആ ബണ്ണ് നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതാ ഞാനൊന്ന് കുഴയ്ക്കുന്നുണ്ട്. അങ്ങനെ അതാ മാവൊക്കെ നോക്കിക്കേ, ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഗോതമ്പ് പൊടിയാണ് എന്നിട്ട് പോലും ഇത് ഇത്രയും സോഫ്റ്റ് ആണ്. ഇനി നമുക്കിതൊന്ന് പൊന്താൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു മാവൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് നമുക്കതൊന്ന് ഒരു ബ്രെഡിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ചേർത്തത് കൊണ്ട് അത് പൊന്തണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ ഇത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അല്പം എണ്ണ, ഒരു 1/2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇതിൻ്റെ മേലെ ഒന്ന് തടവി കൊടുക്കുക. അത് ബട്ടർ ആണെങ്കിലും കുഴപ്പമില്ല, നെയ്യാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു ഫിലിം പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു 4 മണിക്കൂറാണ് ഇവിടെ കൊടുത്തിരുന്ന സമയം. നമുക്കത് ഓരോരുത്തരുടെ സ്ഥലത്തിൻ്റെ ചൂടൊക്കെ അനുസരിച്ച് പെട്ടെന്ന് ആവും ചെയ്യും കേട്ടോ. അപ്പോൾ 4 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം. അങ്ങനെ 4 മണിക്കൂർ കഴിഞ്ഞു. ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇവിടെ ഇത്രയൊക്കെ പൊന്തി കിട്ടത്തുള്ളൂ കേട്ടോ. കാരണം ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങ് നാട്ടിലെ പോലെ ഒന്നും അങ്ങനെ വീർത്ത് വരത്തൊന്നുമില്ല. അപ്പോൾ ഇനി വരും, പക്ഷെ ഇച്ചിരി സമയമൊക്കെ എടുക്കും. ഒരു രാത്രി മുഴുവനൊക്കെ വെച്ചാലാണ് അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഞാൻ നന്നായിട്ട് ഒന്നും കൂടെ സമയമെടുത്ത് കൗണ്ടർ ടോപ്പിലൊന്ന് കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കിത് ചെറിയ ഞാനിപ്പോൾ കുറച്ച് സമയം ഒരു മിനിറ്റും കൂടെ സമയം എടുത്തിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ബോളുകളാക്കിയിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇവിടെ കുഞ്ഞു ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇതവിടെ ഒരു കുറച്ച് നേരം ഇരിക്കട്ടെ, ഒരു 5 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്ത് വെക്കാനുള്ള ഫില്ലിംഗ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിനകത്തോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ പെരിഞ്ജീരകം, അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെരിഞ്ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഞാനിവിടെ ഒരു 2.5 വെളുത്തുള്ളിയും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. അതൊരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അടുത്തത് ഇതിനകത്തോട്ട് ഞാനിവിടെ 1.5 സവോള, മീഡിയം സൈസ് ഒന്നും പറയത്തില്ല, ഒരു കുഞ്ഞ് 2 സവോളയാണ് എടുത്തിരുന്നത്. മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരു സവോള എടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം.
ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഉപ്പ് ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തോട്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യണം. അങ്ങനെ ദാ സവോളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി വഴഞ്ഞ് അങ്ങ് കുഴഞ്ഞു പോകേണ്ട കാര്യമില്ല. ഇനി ഇതിനകത്തോട്ട് നമുക്ക് തീ ഒന്ന് കുറച്ചിട്ടിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ വേണ്ടുന്നത് ചിക്കൻ മസാലയാണ്. അതൊരു 1/4 ടീസ്പൂൺ ചേർക്കുക. നിങ്ങൾക്ക് ഇച്ചിരി കൂടെ എരിവ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ മല്ലിപ്പൊടി ഞാനിവിടെ ചേർത്തില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. ഇവിടെ അങ്ങനെ വലിയ പ്രിയമില്ല മല്ലിപ്പൊടിയുടെ ഒരു ഫ്ലേവറിന്, അപ്പോൾ ഞാൻ ചേർത്തിട്ടില്ല. ഇനി നമുക്കിതെല്ലാം കൂടെ ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിനകത്തോട്ട് തക്കാളി ചേർക്കണം. ഞാനിവിടെ ഒരു ചെറിയ തക്കാളി ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രേവിയൊക്കെ ഏകദേശം ഇവിടെ റെഡിയായി. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ അല്പം മല്ലിയില ചേർക്കുന്നുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. നിങ്ങൾക്കത് വേണ്ട എന്നുണ്ടെങ്കിൽ തീർത്ത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. മല്ലിയിലൊരു ഫ്ലേവർ ഇഷ്ടം ഉണ്ടാവില്ല ചില ആളുകൾക്ക്. അങ്ങനെയുള്ളവർക്ക് അത് ചേർക്കണ്ട, കറിവേപ്പില ചേർത്താൽ മതി. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡിയാണ്. ഇനി ഇത് നമുക്ക് മുട്ടയുടെ ഫില്ലിംഗ് ആണ്. നമ്മളൊരു എഗ് പഫ്സ് പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല 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 സ്മെല്ലൊക്കെ ഉള്ള ഒരു മസാലയാണിത് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ഞാൻ 3 മുട്ടയാണ്, പുഴുങ്ങിയ മുട്ട ചേർക്കുന്നുണ്ട്. അത് ആ ഒരു മുട്ട തന്നെ, ഒരു മുട്ട 4 ആയിട്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ മാവ് എന്തായി നോക്കാം. നമ്മുടെ മാവൊക്കെ ചെറുതായിട്ടൊന്ന് വീർത്തുന്നേ ഉള്ളൂ, അല്ലാതെ ഒത്തിരി വലുതായിട്ടൊന്നും വീർത്തിട്ടൊന്നുമില്ല. പക്ഷെ അത് സാരമില്ല. ഇനി നമുക്കിതൊന്ന് ഒരു കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഞാൻ അല്പം ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന്, ഒത്തിരി കനം കുറച്ചിട്ട് പരത്തണ്ട. നമുക്ക് ചപ്പാത്തിക്കൊക്കെ നമ്മൾ പരത്തുന്ന റോളർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത്. കണ്ടോ, ഒത്തിരി കനം കുറച്ചിട്ടൊന്നുമില്ല. നമ്മളിതിനകത്ത് ഗ്രേവി വെക്കേണ്ടതാണ്. അപ്പോൾ അത് ഹോൾഡ് ചെയ്യാൻ പാകത്തിനുള്ളൊരു തിക്നെസ് വേണം. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ മസാല ഇച്ചിരി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെടുക്കുന്ന ആ ഒരു നമ്മൾ റോൾസ് ആക്കി വെച്ചിരുന്ന ഒരു ഉണ്ടയുണ്ടല്ലോ, അതിൻ്റെ വലിപ്പം അനുസരിച്ച് വേണം നമുക്ക് ഗ്രേവി വെച്ച് കൊടുക്കാനായിട്ട്. ഞാൻ ഇനി ഇതിനകത്തോട്ട് ഒരു മുട്ട ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് റൗണ്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് മാവെല്ലാം ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് നമുക്കിതൊന്ന് കയ്യിലൊന്ന് ഉരുട്ടി കറക്റ്റ് നമ്മളൊരു ബണ്ണൊക്കെ കുഴച്ച് ഉണ്ടയാക്കി എടുക്കത്തില്ലേ, അതേപോലെ നമുക്കൊന്ന് എടുക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബണ്ണിൻ്റെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ എല്ലാ ബോൾസും ഇവിടെ റെഡിയാണ് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്താകുമ്പോൾ കറക്റ്റ് നമുക്കൊരു റൗണ്ട് ഷേപ്പൊക്കെ കിട്ടും. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. പക്ഷേ എടുക്കുന്ന പാത്രത്തിൽ അല്പം ബട്ടറോ നെയ്യോ എണ്ണയോ ഒന്ന് തടവി കൊടുക്കണമെന്ന് മാത്രം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. ആ ബട്ടർ ഒന്നെല്ലാം ആ പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും ആകത്തക്ക രീതിയിലൊന്ന് തൂത്തു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബോൾസ് ഉണ്ടല്ലോ, അത് ഇതിനകത്ത് ഒരു പ്രത്യേക ഷേപ്പിൽ വെക്കണം കേട്ടോ. കാരണം എങ്കിലാണ് നമ്മളിത് ആ ഒരു പാത്രത്തിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും അതിങ്ങനെ ഒട്ടി നല്ല ഭംഗിയുള്ള ഒരു പൂവിൻ്റെ ഷേപ്പിലോട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു രീതിക്കാണ് ഇന്ന് വെക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മേലെ അല്പം മല്ലിയില ഒന്ന് ചെറുതായി ഒരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ വിട്ടുപോയി. നമ്മളിതിൻ്റെ മേലെ അല്പം മുട്ട ഞാനൊന്ന് അടിച്ചത് ചേർക്കുന്നുണ്ട്. മുട്ട നമ്മൾ എഗ് വാഷ് എന്നാണ് പറയുക, അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം മാത്രമായിരുന്നു നമ്മൾ ഈ ഒരു മല്ലിയില ചേർക്കേണ്ടത്. ഞാൻ ആ കാര്യം വിട്ടുപോയി കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്യാനുള്ളത് ഒരു കുട്ടി പാത്രം എടുക്കുക, അതിനകത്തോട്ട് ഒരു മുട്ട ഒന്ന് പൊട്ടിക്കുക. ഇതിൻ്റെ മുട്ടയുടെ മഞ്ഞയും വെള്ളയും നമുക്ക് ആവശ്യമുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു ബ്രഷ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു പാത്രത്തിലൊക്കെ തൂക്കുന്ന തരത്തിലുള്ള ബ്രഷ്, പ്രത്യേകിച്ച് ബേക്കിങ്ങിൻ്റെ ഒക്കെ സമയത്ത് നമ്മൾ കേക്ക് ടിന്നിലൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ബ്രഷ് എടുക്കുക. അത് ഇതിനകത്തോട്ട് മുക്കി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബണ്ണിൻ്റെ ഒക്കെ മേലെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അടുത്തത് ഞാൻ അല്പം വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്, വെളുത്തതോ കറുത്തതോ ആയിട്ടുള്ള എള്ള് ചേർക്കുക. ഇത് കറക്റ്റ് ഒരു ബണ്ണിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്തുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ബണ്ണിൻ്റെ ബേസ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം.
അതിനായിട്ട് ഞാനിവിടെ ഒരു പാന്, നല്ല അടിക്കട്ടിയുള്ള ഒരു പാത്രം 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു, മൂടി വെച്ചിട്ട് കേട്ടോ. അതായത് നമ്മൾ ഓവനൊക്കെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുന്ന അതേ എഫക്റ്റ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു വയർ റാക്കോ വയർ സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ ഒരു മൂടിക, എടുക്കുന്ന പാത്രം നല്ല പരന്ന മൂടി ഒരു ബേസ് ആവാൻ നോക്കുക, എങ്കിലാണ് നമ്മുടെ പാത്രം കറക്റ്റ് ആടാതെയും ശരിയാതൊക്കെ ഇരിക്കത്തുള്ളൂ. അപ്പം ഞാൻ നമ്മുടെ ഈ ഒരു കേക്ക് ടിന്നിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. പിന്നെ മൂടി വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുന്ന മൂടികയ്ക്ക് ഓട്ട ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പേപ്പർ വെച്ചിട്ട് ഒന്ന് തിരുകി കൊടുക്കണം, അത് അടച്ച് വെക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഓവൻ്റെ ഒരു നമുക്കൊരു ഫീൽ അതിന് കിട്ടത്തില്ല. ഇനി ചെയ്യാനുള്ളത് 28 മിനിറ്റ്, എനിക്കിവിടെ 28 മിനിറ്റാണ് എടുത്തത്. അത് ഓരോ നമ്മൾ എടുക്കുന്ന ഫ്ലെയിമിനൊക്കെ അനുസരിച്ച് കൂടും കുറയൊക്കെ ചെയ്യും. അപ്പോൾ 28 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയുള്ള സമയത്തിന് ഇത് ആയി കിട്ടേണ്ടതാണ്. എനിക്കിവിടെ കറക്റ്റ് 28 മിനിറ്റിന് ഈ ഒരു കണക്കിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്, കഴിക്കാൻ അതിലേറെ രുചിയാണ്. ശരിക്കും ഒരു മുട്ട പഫ്സിൻ്റെ അതേപോലെ തന്നെയാണ്. പിന്നെ ഇതൊരു ബണ്ണായതുകൂടെ കുറച്ചും കൂടെ ഒരു സ്വാദും കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതിന് മുൻപ് നിങ്ങൾക്ക് നമ്മളൊരു ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ആ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് അല്പം ബട്ടർ ഇതുപോലെ നമുക്കൊരു ബ്രഷിലെടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നമുക്കിതിൻ്റെ മേലൊന്ന് നന്നായിട്ട് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഷൈനിങ് ആയിട്ടും നല്ല ഗ്ലേസിങ് ആയിട്ട് ഇരിക്കും. അത് കാണാനൊക്കെ ഒരു ഭംഗിയാണ്. പിന്നെ ബട്ടറിൻ്റെ ചെറിയൊരു ടേസ്റ്റ് കിട്ടുന്നതും ബണ്ണിനൊക്കെ സൂപ്പർ ടേസ്റ്റും അല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത് കാണിക്കാം. നമുക്ക് ഒരു എഗ് പഫ്സിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെയായിരിക്കും ആ ടേസ്റ്റ്, അതേ ടേസ്റ്റ് തന്നെയാണ്. മുട്ടയൊക്കെ ഒന്ന് നിറച്ച് നല്ല എരിയൻ മസാലയൊക്കെ ആയിട്ട് കണ്ടതിൻ്റെ പുറകിലൊന്നും ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു കളറിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇച്ചിരി ക്രിസ്പിനെസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.